ഏലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വളമാണ് ഇത്. ഏലത്തിൻ്റെ അഴുകൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മഴക്കാലത്ത് മിക്കവാറും അഴുകൽ ഭയങ്കരമായിട്ടുണ്ടാകും ഏലത്തോട്ടത്തിൽ. അത് കൺട്രോൾ ചെയ്യാനായിട്ട് മഞ്ഞൾ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വളമാണ്. ഇത് മഞ്ഞൾപ്പൊടി പൊടിച്ച് മുട്ടത്തോട് പൊടിച്ചതാണ്. നമ്മൾ മില്ലിലിട്ട് പൊടിച്ചിട്ട് ഇത് അരിച്ചെടുക്കും. അതിൻ്റെ ബാക്കി നൈസ് പൗഡർ, പുട്ടുപൊടി പോലെ. കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റ് കണ്ടവാനുണ്ട്, പിന്നെ ഫോസ്ഫറസ് ഉണ്ട്. അതോടുകൂടി ഈ മഞ്ഞളും കൂടെ ചെന്ന് കഴിയുമ്പോൾ ഏലത്തിൻ്റെ അഴുകൽ ഭയങ്കരമായിട്ട് കൺട്രോൾ. ഏലത്തിന് മാത്രമുള്ള വളമാണ് ഈ സ്പെഷ്യൽ വളമാണ് ഏലത്തിന്. മഞ്ഞൾ ബേസ് ചെയ്താൽ ഇതാണ് 10 ഐറ്റംസ് മിക്സ് ചെയ്ത കമ്പോസ്റ്റ് വളമാണ്. വെറും 15 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. 15 രൂപ കമ്പോസ്റ്റ് വളം കൊടുക്കും. 10 ഐറ്റം മിക്സ് ചെയ്ത വളം നമുക്കും പറ്റും. ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും? എല്ലാ വിളകൾക്കും പറ്റും. നമ്മളെ ഫ്രൂട്ട്സ് പ്ലാന്റിനും പറ്റും. ഇത് നെൽകൃഷി, വാഴ, തെങ്ങ്, കമുക എല്ലാ വിളകൾക്കും ഏറ്റവും അനുയോജ്യമായ ജൈവ കമ്പോസ്റ്റ് വളമാണിത്. 10 ഐറ്റംസ് മിക്സ് ചെയ്തുണ്ടാകും. മെയിൻ ഐറ്റംസ് കമ്പോസ്റ്റ് ചെയ്ത ചാണകം, കമ്പോസ്റ്റ് ചെയ്ത കോഴിവളം, തേയിലച്ചണ്ടി, മുട്ടത്തോട് പൊടിച്ചു ചേർത്ത്, ബയോ പൊട്ടാഷ്, അങ്ങനെ മെയിൻ ആയിട്ടുള്ള എല്ലാ ജൈവ വസ്തുക്കളും അടങ്ങി 10 ഐറ്റംസ് മിക്സ് ചെയ്തൊരു വളമാണ് ഇത്. കമ്പോസ്റ്റ് ആക്കുന്നത് നമ്മൾ കുറേ ദിവസങ്ങൾ നനച്ചിട്ടിട്ട് അത് മൂടിയിടും. അപ്പോഴത്തേക്ക് അത് പൗഡറായി അതിൻ്റെ ചൂടെല്ലാം പോയി പൗഡറായി കിട്ടും. അതിൻ്റെ അത് പെട്ടെന്ന് ചെടികൾ വലിച്ചെടുക്കും. കൃഷിയിൽ ഏറ്റവും അനുയോജ്യമായ വളമായി മാറും അത്. പിന്നെ നമ്മൾ വെറുതെ അങ്ങനെ കൊണ്ടുവന്ന് മിക്സ് ചെയ്തിടുമല്ലോ. ഇത് ലെയറായിട്ട് കുറേ ദിവസങ്ങളോളം ഇടും. കുറേ ആഴ്ചകളോളം ഇട്ടതിന് ശേഷം ലെയറായിട്ട് ഫസ്റ്റ് ഇത് മുകളിൽ ഏറ്റവും മുകളിൽ ബയോ പൊട്ടാഷ്, അതിനുശേഷം ആ വൈറ്റ് പോർഷൻ കാണുന്ന മുട്ടത്തൊണ്ട് പൊടിച്ച, പിന്നെ ചാണകം, പിന്നെ തേയിലയുടെ ചണ്ടി, ഇതാണ് ഈ കുറച്ച് ബ്ലാക്ക് കളറായിട്ട് കാണുന്നില്ലേ. അങ്ങനെ ലെയറായിട്ട് ഇട്ടിട്ട് മാസങ്ങൾ ഇട്ടതിന് ശേഷമാണ് അത് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പൗഡർ ഫോമിലാണ് ഇത് കിട്ടുന്നത്. ചെടികൾക്ക് ഏറ്റവും പെട്ടെന്ന് വലിച്ച് എടുത്ത് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നത്. ഈ മുട്ടത്തോട് മാത്രമായിട്ട് നമ്മൾ കൊടുക്കുന്നില്ലേ? മുട്ടത്തോണ്ട് നൈസ് പൗഡറാക്കി നമ്മൾ ഇതിൻ്റെ സ്കിന്നൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം പൗഡർ ഫോമിൽ പെട്ടെന്ന് ചെടികൾ എടുക്കാൻ പാകത്തിന് വലിച്ചെടുക്കാനായിട്ടുള്ള ഒരു രീതിയിൽ ചെറിയ പൗഡറായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് ന്യൂട്രിയൻസ് ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തുണ്ടാക്കുന്നുണ്ട്. അത് ഏലത്തിന് മാത്രമായിട്ട് ഇവിടെ ബൾക്കായിട്ട് പോകുന്നുണ്ട്. അതൊക്കെ ടെസ്റ്റ് ചെയ്ത് മുട്ടത്തോട് അല്ലാതെ വേറെ അഡീഷണൽ ന്യൂട്രിയൻസ് ഇതിൽ മിക്സ് ചെയ്യും. ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എൻറിച്ച്ഡ് എഗ് പൗഡർ. ഇത് pH കൺട്രോൾ ചെയ്യാനും, കാരണം ഏലത്തിൻ്റെ അഴുകൽ രോഗം വരും മഴക്കാലത്ത്, അത് കൺട്രോൾ ചെയ്യാനും അത് ഇല്ലാതാവാനും ഏറ്റവും നല്ല വളമാണിത്. ഇത് ഏലത്തിലേക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും പോകുന്നത്. പിന്നെ ഈ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് നഴ്സറികളിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നത്, കർഷകരൊക്കെ ഡയറക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പച്ചക്കറി കൃഷിക്ക് വേണ്ടിയിട്ട് മട്ടുപാവ് കൃഷി അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് ബൾക്കായിട്ട് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് ഇതിന്. ഇത് നമുക്ക് ചോദിക്കുന്നവർക്ക് സെപ്പറേറ്റ് നമ്മൾ ഇത് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കൊറിയറിൽ അയക്കുന്നുണ്ട്. എല്ലാ രീതിയിലും സപ്ലൈ ഉണ്ട്. ചെറിയ ക്വാണ്ടിറ്റിയിൽ 1 കിലോ മുതൽ 50 കിലോ വരെയുള്ള ചാക്കുകളിൽ ലഭ്യമാണ്. ഇത് നമ്മുടെ മീല സിതാമീൽ എന്നുള്ള ബ്രാൻഡിൽ ഇറക്കുന്നതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എല്ലുപൊടി ഉണ്ട്, ബയോ പൊട്ടാഷ് ഉണ്ട്, വേപ്പ് പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, മരവട്ടി പിണ്ണാക്ക്, അങ്ങനെ ഐറ്റംസൊക്കെ മിക്സ് ചെയ്ത് ഫിഷ് മീൽ, പിന്നെ ഈ എഗ് പൗഡർ ഉണ്ടാവും. അതും നൈസായിട്ട് പൗഡർ ഫോമിൽ തന്നെ ചേർക്കും. അങ്ങനെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന വളമാണ് ഇത്. 50 കിലോ ചാക്കാണ്. നമ്മളിതെല്ലാം കടകളിലെല്ലാം വളമെല്ലാം ലൈസൻസ് ഉള്ള എല്ലാം കൃഷി വകുപ്പിൻ്റെ അംഗീകാരം ഉണ്ട്, ലൈസൻസ് ഉണ്ട്. വളത്തിനെല്ലാം ലൈസൻസും ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞാൽ. നമ്മുടെ സിതാമീലിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഈ റോ മെറ്റീരിയൽ കടലപ്പിണ്ണാക്കാണ്. ഏറ്റവും ക്വാളിറ്റി കൂടിയ കടലപ്പിണ്ണാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പശുക്കൾക്ക് കൊടുക്കുന്ന ആ ക്വാളിറ്റിയിൽ ഏറ്റവും ക്വാളിറ്റി കൂടി ഏറ്റവും കൂടുതൽ പ്രോട്ടീനുള്ള ബ്രാൻഡിലുള്ള കടലപ്പിണ്ണാക്കാണ് നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നോക്കൂ, വേപ്പിണ്ണാക്ക ഏറ്റവും ഇത് മണത്ത് നോക്കിയാൽ അറിയാമല്ലോ, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? വേപ്പിണ്ണാക്കിൻ്റെ മണം കിട്ടുന്നില്ലേ? നല്ല ക്വാളിറ്റി കൂടിയ വേപ്പിണ്ണാക്ക ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അത് മിക്സ് ചെയ്ത് ഇത് എല്ലുപൊടി, അത് എല്ലുപൊടി, അത് എല്ലാം കൂടെ കൂടി മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന സിതാമീലിൻ്റെ ഈ ഫോമിലാണ് സിതാമീൽ ഇരിക്കുന്നത്. ബയോ പൊട്ടാഷ് ഉണ്ട്, എല്ലുപൊടിയുണ്ട്, എഗ് മീലുണ്ട്, വേപ്പ് പിണ്ണാക്കുണ്ട്, മരോട്ടി പിണ്ണാക്കുണ്ട്, കടലപ്പിണ്ണാക്കുണ്ട്. അത്രയും ഐറ്റംസ് മിക്സ് ചെയ്തുണ്ടാക്കുന്ന വളമാണ്. ഏറ്റവും പ്രോട്ടീൻ കൂടിയ വളമാണ്. റോ മെറ്റീരിയൽ നമുക്ക് കിട്ടും. റോ മെറ്റീരിയൽ ഞങ്ങൾ ബൾക്കായിട്ടാണ് സോഴ്സ് ചെയ്യുന്നത്. ചെറിയ ഒരു ക്വാണ്ടിറ്റിയിലല്ല. നമ്മൾ ചാണാനായാലും അടുത്ത വലിയ ഡയറി ഫാം ഉണ്ട്, 2 ഡയറി ഉണ്ട്, ഡയറി പശുക്കളുടെ ഫാമുണ്ട്. അവിടെ നിന്ന് ബൾക്കായിട്ട് ലോഡ് വരും. അതിൽ നിന്നുള്ള ചാണകമാണ് എടുക്കുന്നത്. പിന്നെ കോഴി ഫാം എനിക്ക് സ്വന്തമായിട്ടുണ്ട്. അതെ. മുട്ടയുടെ തൊണ്ട് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് അത് കോൺട്രാക്റ്റ്, ഒരു 1 ഇയർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തേക്കുക. അവിടെ നിന്ന് ബൾക്കായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ റോ മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമുക്കൊരു 500 ടൺ വളം ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ. ഇത് കാണാമല്ലേ,
അതൊക്കെ മുട്ടത്തണ്ട്, ആ ഭാഗം മുഴുവൻ മുട്ടത്തണ്ട്. ഇവിടെ മുട്ടത്തുണ്ടല്ലേ? ഇത് വേപ്പ് പിണ്ണാക്ക്. ഈ കാണുന്ന വേപ്പ് പിണ്ണാക്ക്. ഇത് മുട്ടത്തണ്ട് പൊടിച്ച പൗഡറാക്കി വെച്ചേക്കാം. നമ്മൾ മുട്ടത്തണ്ട് അത് തനിയെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ചാണകം അല്ലേ? ഇത് ചാണകം കോഴിവളം ഡീകമ്പോസ്റ്റ് ചെയ്ത് വെച്ചേക്കുക. ഇത് നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി, മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കാനുള്ള. അപ്പോൾ എല്ലാ ഐറ്റംസും ഒരു കുറേ ടൺ കണക്കിന് വളം ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ നമ്മൾ ബൾക്കായിട്ട് സോഴ്സ് ചെയ്ത് വയ്ക്കുന്ന കാരണം നമുക്ക് ചെറിയ റേറ്റിൽ നല്ല വളം ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ നല്ല ക്വാളിറ്റിയുള്ള വളം കർഷകർക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റും നമുക്ക്. നമ്മൾ മിക്സിങ് ഒരുപാട് ചെയ്യുന്നുണ്ടല്ലേ? മിക്സിംഗ് എന്ന് വെച്ചാൽ ഒരു നല്ല മിക്സിങ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് ഇത് പാക്ക് ചെയ്യുന്നത്. 2 തവണയൊക്കെ മിക്സിങ് നടത്തുന്നുണ്ട്. പിന്നെ എല്ലാം ലെയറായിട്ട് ഇടണം. ബൾക്ക് ഒരു സാധനം ഐറ്റം ഇങ്ങനെ കൂട്ടിയാലിടണം. ലെയറായിട്ട് ബെഡ് ടൈപ്പിലും ഇട്ടേക്കുക. അതിൽ നിന്ന് ചെറിയതായിട്ട് അരിഞ്ഞിടുക നമ്മൾ. പൗഡർ ഫോമിൽ ചെറുതായിട്ട് ഇങ്ങനെ ബെഡാക്കിയിട്ടേക്കുക. അതിൽ നിന്ന് കുറേശ്ശെ പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ഈ ഓരോ ഐറ്റം എല്ലാ ഐറ്റം കിട്ടും. ഒരു ചാക്കിനകത്തേക്ക് എല്ലാ ഐറ്റം കയറി വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് പൊടിയായിട്ട് കിട്ടും. പിന്നെ അത് വീണ്ടും മിക്സ് ചെയ്ത് നമ്മൾ മാറ്റിയിട്ടിട്ട് വീണ്ടും മിക്സ് ചെയ്യും. ഈ ബ്ലാക്ക് കളർ കാണുന്ന ചാണക വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, മുട്ടത്തുണ്ട്. ഇതല്ലേ നമ്മുടെ ഇതാണ് നമ്മുടെ മിറാക്കിൾ ഫോർട്ട്. അഴുകലെല്ലാം ഏലത്തിൻ്റെ അഴുകൽ കൺട്രോൾ ചെയ്ത മഞ്ഞൾ ബേസ് ചെയ്ത വളം ഇത്. ഇത് ഇന്ന് ലോഡ് ചെയ്യാനുള്ള കട്ടപ്പനയ്ക്ക് 200 ചാക്കിൻ്റെ ലോഡ് പോകാനുള്ളത്. എല്ലാം ഫിനിഷ് ചെയ്ത് വെച്ചിട്ട് വൈകിട്ട് ലോഡാവും. ഇതിനാ അഴുകൽ കൺട്രോൾ ചെയ്യാനുള്ള വളം ഇത്. 40 kg ബാഗാണ്.